സംവെയർ അറൗണ്ട് ചൈന ബോർഡർ. ഇവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നമുക്ക് ഇവിടുന്ന് ചൈന ബോർഡറിലോട്ട് വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. എന്തായാലും ബാബുക്ക് എന്തൊക്കെയോ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്കതൊക്കെ കഴിച്ചിട്ട് ഇന്ന് കിടന്നുറങ്ങാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓടി വഴിയറിയാതെ എങ്ങനെയൊക്കെയോ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഏകദേശം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്തായാലും ഒരു -15 റേഞ്ചിലുണ്ടെന്ന് ഉറപ്പാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറത്തിറങ്ങുമ്പോൾ മൂക്കും ഒക്കെ ഫ്രീസ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇത്രയും ടെമ്പറേച്ചർ നിന്നിട്ട് ബാബുക്ക് ഒരു ഹെവി ഫുഡ് ഉണ്ടാക്കാൻ പോകട്ടെ ഇന്ന്. അപ്പോൾ ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ, അതായത് വാനിൽ നമുക്ക് എത്രത്തോളം നമുക്ക് ഈ ഒരു ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും എന്നറിയാം. പക്ഷെ ആ ഒരു ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ഹെവി ആയിട്ടുള്ള ഐറ്റം നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അത് കാണാം. അതുമാത്രമല്ല ബാബുക്കാടെ സ്പെഷ്യൽ ഡിഷാണ്. വേറെ മറ്റു മസാലകൾ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ തന്നെ യമ്മി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടുള്ളൊരു ഐറ്റമാണ് ബാബുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം എന്തായാലും നമ്മൾ ഇന്ന് കുക്കിങ്ങിൻ്റെ പരിപാടിയിലോട്ട് പോകും. റിയൽ വാൻ ലൈഫ് ഹിമാലയൻ അഡ്വഞ്ചർ. അപ്പോൾ നമ്മൾ എന്ത് ഉണ്ടാക്കാൻ പോണെന്ന്? അത് ചിക്കൻ എവിടുന്നാ? ചിക്കനൊക്കെ അവിടെ ഒരു വീട്ടിൽ പോയി ഒപ്പിച്ചേക്കും. അതെപ്പോ ഒപ്പിച്ച്? ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് ഞങ്ങളൊരു നാടൻ കോഴിയൊക്കെ ഒപ്പിച്ചേ. പൊളി. അപ്പൊ ഇന്ന് ചിക്കൻ കറി അല്ലത് പുതിയ സാധനം. അത് പൊളിച്ച്. അപ്പൊ നമ്മുടെ വണ്ടി ഓടി ഇവിടെ എത്തുന്ന സമയം കൊണ്ട് തന്നെ ബാബുക്ക് ഇവിടെ ചിക്കനൊക്കെ കുക്കറിലെല്ലാം സെറ്റപ്പ് ആക്കി എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാബുക്ക് ഇത് എന്തായിട്ട്? ചിക്കൻ ഉസ്ബെക്കിസ്ഥാൻ. ആർക്കിട്ട പേരാണ് ചിക്കൻ ഉസ്ബെക്കിസ്ഥാൻ. എന്തോ ബാബുക്കാട് എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ആട്ടത്. ബാബുക്ക അതിൻ്റെ അടുക്ക് എന്തൊക്കെയോ പരിപാടികളാട്ടാ. ബാബുക്ക ഐറ്റത്തിന്റെ പേര് പറഞ്ഞില്ല. ആവുമ്പോ പറയും. അപ്പൊ നമ്മുടെ ചിക്കൻ്റെ അതൊക്കെ വേവിച്ച് പിന്നെ ഇതിനകത്തോട്ട് ഇത് എന്തൊക്കെയോ ഐറ്റംസ് ബാബുക്കുണ്ട്. ബട്ടർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതല്ലേ എന്ത് സാധനങ്ങളാ? പട്ട സാധനങ്ങളല്ലേ? പട്ട, കുരുമുളക്, ഗ്രാമ്പു ഉണ്ടോ? ഇവിടെ ഒരാള് തകൃതിയായിട്ടുള്ള അരിയല്ലാണ്. നല്ല മണമുണ്ടല്ലോ ബാബുക്ക. എന്തായി? സ്പീഡാവട്ടെ. ചുമ്മാ. നമ്മുടെ തക്കാളി കിട്ടണ്ട ഇളക്കാൻ പോട്ടാ. നമുക്കൊക്കെ ട്രാവലിനേക്കാൾ ഇൻട്രസ്റ്റ് കുക്കിംഗ് വന്നു. യെസ്, ഞാൻ വീട്ടിൽ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത് അതിന് റെസിപ്പി ഒന്നുമില്ല. എനിക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും സാധനങ്ങളും ഞാൻ ഇട്ടിട്ട് സാധനം ഉണ്ടാക്കും. ഇപ്പൊ ഇതൊന്നും എന്താ ഉണ്ടാക്കാൻ പോണെന്ന് എനിക്ക് തന്നെ അറിയാം. എന്തെങ്കിലുമൊക്കെ ആവും. അതാണ് നമ്മൾ വേറെ എന്തൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ ആ ഒരു ചേട്ടൻ തന്ന ഗ്രീൻ ആപ്പിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ് ഉണ്ടാക്കാൻ പോകണമെന്നുള്ളത് ബാബുക്കാർക്ക് അറിയാം. അപ്പം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. മണം തന്നെ കേട്ടോ. എൻ്റെ പൊന്നെ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിൽ പേസ്റ്റിലിട്ടിട്ട് വേവിച്ച ചിക്കൻ നേരെ ഇതിലോട്ട് ഇടാട്ടാ. ഇതങ്ങനെ ഒരു ഫുള്ളായിട്ടുള്ളേ, മുറിച്ചിട്ടില്ല. ഇതൊക്കെ ഫുള്ള് സർപ്രൈസ് ആണല്ലോ ബാബുക്ക ചിക്കൻ വാങ്ങിക്കൊണ്ടുവന്നൊക്കെ ഒന്നും അറിഞ്ഞില്ല കേട്ടാ. നമ്മൾ വിചാരിച്ച് ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ചെയ്തിട്ടപ്പോൾ മുറിച്ചിട്ടാ വെച്ചെന്ന് വിചാരിച്ചിട്ടാ. ഇതിപ്പോ ഒരു ഫുൾ ചിക്കൻ അങ്ങനെ തന്നെ. ഹെവി. അതും ഇത് ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഏതോ ഒരു മലമുകളിൽ വന്നിട്ട്. ഹെവി ഫുഡ് എന്ന് പറഞ്ഞാൽ ഹെവി ഫുഡ്. ഈ ഗ്രാമത്തിലൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഫുഡ് അല്ലേ നോക്കുക. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു, നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാല് ഫുഡും അക്കോമഡേഷനാണ്. ഇത് രണ്ടും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങാം. അതെ സത്യം. അപ്പൊ ഇതിൽ നമ്മൾ എന്തൊക്കെ ഇട്ട് പറഞ്ഞു? നമ്മളെ ഗ്രീൻ ആപ്പിളിന്റെ കൂടെ മുളക്, പച്ചമുളക്, സവോള, പിന്നെ വിനാഗിരി, പിന്നെ തൈര് എല്ലാം കൂടി കൂട്ടിയിട്ട് കുഴക്കെല്ലാം കുഴച്ച് കഴിഞ്ഞാണ്ടല്ലോ വേറെ ലെവല് സലാഡായിരിക്കും.
അങ്ങനത്തെ ടെൻഡൻസി ഉണ്ടാവും. ടെസ്റ്റർ ഇവിടെ ഉണ്ട്. എന്റെ പൊണ്ണ് അടിപൊളി അടിപൊളി. ഇത് ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇടാല്ലേ? ഈ ആപ്പിളും മുളകും പച്ചമുളകിന്റെ ഇതും കൂടി കയറിപ്പോഴേ, ആപ്പിളും പച്ചമുളകിന്റെ ഇതും കൂടി കയറിപ്പോഴേ അതൊരു സാധനമാണ്. അത് ഭയങ്കര ടേസ്റ്റ് ഇട്ടാ. പിഞ്ചാണ്. ബാബുക്ക് അന്ന് ഗ്രീൻ ആപ്പിൾ അന്ന് കിട്ടില്ലായിരുന്നോ വീട്ടിലോട്ട്? അന്ന് അത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇതുപോലെ മുളകും ഉപ്പ് ഇട്ടിട്ട് തിന്നു. എന്ത് ടേസ്റ്റ് ആയിരുന്നു. വൈഫ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവം. ഈ സാധനം കഴിച്ചപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് വായിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മധുരം, അതിനുശേഷം എരിവ്, പിന്നെ പുളി, എല്ലാം കൂടി വിനാഗിരിയുടെ എല്ലാം കൂടെ കയറി വരാ. എന്റെ പൊന്നെ എന്ത് ഐറ്റംസാ. അപ്പോൾ ചിക്കനൊക്കെ അതിനകത്ത് അടച്ചു വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ബാബുക്ക? സെറ്റായോ? ഒന്നും പറയാനായിട്ടില്ല. അതെ, കാത്തിരിപ്പ് തുടരുന്നു. ഇതെങ്ങനെയുണ്ട്? ഓ എന്റെ പൊന്ന് എന്താ ഐറ്റത്. ഓ ഹെവി സാധനം കേട്ടോ. അത് ഈ തണുപ്പത്ത് അത് ഇത് ഈ ടേസ്റ്റ് വ്യത്യാസം വരുത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മസാലകള് മറ്റേ പൊടി ഇട്ടിട്ടല്ല. ഇല്ല, അത് നമ്മള് മറ്റേ ബിരിയാണി പറഞ്ഞ മാതിരി ഇങ്ങനെ പൊടി ഉപയോഗിക്കാറില്ല. പൊടി ഉപയോഗിക്കില്ല, അല്ലാതെയുള്ള നമ്മുടെ പടച്ചോൻ തന്ന സാധനം മാത്രമേ ഉള്ളൂ. അതാണ് സവോള, തക്കാളി ഐറ്റംസ് അതുപോലുള്ള പച്ചക്കറികൾ മാത്രം അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടിട്ടാണ് ഇതിൽ സംഭവം ഇട്ടേക്കുന്നത്. അതുപോലെ മറ്റേ ഗ്രാമ്പു പട്ട സംഭവങ്ങളല്ലേ. എന്താ പറയാ പൊളി. ഒരു മസാലയും വേണ്ട, ഒന്നും വേണ്ട. ബാവുക്ക കാത്തിരിക്കാൻ വയ്യ. അവിടെ കുക്കർ വെച്ചിരിക്കുന്നത്, കുക്കറിൽ വെള്ളം കേട്ടാ. നമ്മൾ ദമ്മിന് വേണ്ടി നമ്മൾ കല്ലൊക്കെ എടുത്ത് വെക്കൂല പോലെ വെച്ചാണ് കുക്കറിൽ. ആ കുക്കർ നിറച്ച് വെള്ളമാണ്, വെയിറ്റിന് വേണ്ടി വെച്ചേക്കുന്നതാണ്. എന്താ അപ്പൊ നമ്മൾ ആ ചിക്കനിലോട്ട് ബസ്മതി റൈസ് ഇട്ടു, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ക്യാപ്സിക്കം അങ്ങ് ഇട്ടു. ഇനിയിപ്പോ ഇത് ഇവിടെ കിടന്നങ്ങ് വേവല്ലേ വാവുക? ആണല്ലോ, അതാണ്. അതിന്റെ പുറത്തേക്ക് ഓരോ നാരങ്ങ ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞത് അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടാ. നാരങ്ങയൊക്കെ അതിനകത്തോട്ട് ഇട്ടു. എന്നിട്ട് ഞാൻ പ്ലേറ്റ് എടുക്കാൻ പോവാണ്. ഇനി നമ്മുടെ ബിരിയാണി ഇവിടെ കിടന്ന് വേവും. ബാബുക്ക സ്പെഷ്യൽ ബിരിയാണി. അപ്പൊ നമ്മളിവിടെ കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി. എങ്ങനെയുണ്ട്? അപ്പൊ നമ്മള് ഓഫാക്കാം. അപ്പൊ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, പ്ലേറ്റും കാര്യങ്ങളൊക്കെ. ഇനി ബാബുക്കോയ് ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ, ഇങ്ങോട്ട് എടുക്ക്. എന്റെ പൊന്നെ, കാത്തിരിപ്പിന്റെ ഒരു എന്താ പറയാ, കാത്തിരിപ്പിന്റെ ഒരു രസം ഉണ്ടല്ലോ, അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത് ബാബുക്കാ ആ പാത്രം തുറന്നത്തേക്കും മണമായിട്ടാ ശരിക്കും. അപ്പൊ നമ്മുടെ ബിരിയാണി റെഡിയായി. അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. ഹെവി. എന്റെ പൊന്നേ നോക്കി, കൈ ഇങ്ങനെ പോവോ ഓട്ടോമാറ്റിക്കായിട്ട്. എന്നാലും കുഴപ്പമില്ല. ബാബുക്ക ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ബാബുക്ക എന്റെ പൊന്നെ ഇങ്ങനെ ഒപ്പിച്ച് പോവാ. ചാടി വീണ് സോഫ്റ്റ് ആയിട്ട്, അത്രയും സോഫ്റ്റ് ആയിട്ട് വന്നിട്ടോ. നോക്കി എന്റെ അൺബിലീവബിൾ. എന്റെ പൊന്നെ, ഈ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞോലെ, ഈ ഒരു സ്ഥലത്ത് നിന്നല്ല, ഈ കിന്നോർ വാലിയില് സ്വപ്നം കാണാൻ പോലും വരാത്ത ഫുഡാണ് വാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിന്നർ ഇൻ മൈ ലൈഫ്. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷയില്ല കേട്ടോ. അതായത് നമ്മൾ വണ്ടി സെറ്റ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടേബിളോ അല്ലെങ്കിൽ ഇരുന്ന് ഡൈനിങ്ങിന് വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ചെയ്തപ്പോഴോ ഒന്നും ഒരിക്കലും നമ്മൾ കരുതിയതല്ല കേട്ടോ. ഇതുപോലുള്ള ഡിഷൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കി കഴിക്കുന്നൊക്കെ ഉള്ളൂ, അതും ഇത്രയും ഹെവി ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന്. എന്തായാലും താങ്ക് യു വെരി മച്ച് ബാബുക്ക. ഇത്രേ ഉള്ളൂ, അതേ പറയാനുള്ളൂ ഇതിനെ പറ്റിയിട്ട്. പണ്ടേ കോഴിയാ പിടിച്ചു കേട്ടോ ഇന്നുണ്ടാക്കിയാണ്. കാതറേ എന്തായിട്ടോ ബാബുക്ക, നിങ്ങള് മാസാണ്. ഒരു രക്ഷയില്ല. അത്രയും ഹെവി സാധനം. അപ്പോൾ നമ്മൾ ഹെവി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി നിന്നില്ല കേട്ടോ. അത്രയും അറ്റാക്ക് ചെയ്തു നമ്മള്. അതുപോലെ കാതറേ പറ എങ്ങനെയുണ്ട്?
ഫുഡ് കഴിച്ച് ക്ഷീണിച്ച് ആർക്കേ ബാബുക്കോളുണ്ട് കേട്ടോ. ബാബുക്കോളുകൊണ്ടാണ് ഇത്രയും ഹെവി ഫുഡ്. നമ്മൾ ഇത് ചെയ്തപ്പോൾ പോലും വണ്ടിക്കാതെ നമ്മൾ ഒരിക്കലും ആലോചിച്ചാൽ ഇത്രയും കിടുവായിട്ട് ഫുഡൊക്കെ ചെയ്യാൻ പറ്റുന്നോ അല്ലേ? ഒന്നും പറയാനില്ല. അത് നല്ല എരിവുള്ള കിടിലൻ ഐറ്റം. ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല. ഇതിനൊരു പേര് പറയാൻ പറ്റില്ല. എന്താ ഇതിന് പറയാ അറിയില്ല. പക്ഷേ ഹെവി ഐറ്റം. എന്തായാലും നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. ഹാപ്പി ആയിട്ടൊരു എൻഡിങ്. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളിവിടെ എവിടെയാണ്? കുണു ചരങ്ങല്ലേ പോക. ഇവിടെ ഉറക്കണിച്ചപ്പോൾ നോക്കൂട്ടോ, ഗ്ലാസ് ഫുള്ള് ഐസായിട്ടിരിക്കുക. ഐസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചിത്കുല്ല വെച്ചിട്ട് ഐസായിരുന്നു, അതുപോലെയല്ല, അതിനേക്കാളും ഹെവി ആയിട്ട് ഐസായിട്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ വിൻഡോയുടെ ആ സൈഡിൽ അവിടം വരെ ഫ്രീസ് ആയിട്ടിരിക്കുക. ഇത് ഫുള്ള് ഐസ്. ഗ്ലാസിൻ്റെ കളർ കണ്ട. ഫ്രണ്ടിലോട്ട് വന്നോ, ഫ്രണ്ട് വിൻഡോ ആയി നോക്കിയേ. വിൻഡോ ഇത് പൊട്ട് പോവുക. അതുപോലെ ഐസിന്റെ പാളി വന്നിരിക്കുക നമ്മുടെ ഇതിന്റെ ഫ്രണ്ടിൽ.